സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. സിനിമാ വ്യവസായത്തിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് സവിശേഷമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. 4 വർഷം മുമ്പ് നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് അതിലെ സ്വകാര്യതയെ ലംഘിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വ്യക്തികളെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പൊതുഭാഗം പുറത്തു വന്നത്. ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് 4 വർഷമായിട്ട് സർക്കാർ ഇതിന്മേൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. സിനിമാ മേഖലയിലെ സ്ത്രീകൾ വലിയ തോതിലുള്ള ലൈംഗിക ചൂഷണത്തിന് നമ്മൾ നേരത്തെ മുതൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അധികം ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ പല ഉദാഹരണങ്ങൾ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും അത് കേന്ദ്രീകരിച്ചിട്ടാണ് ചർച്ചകൾ നടക്കുന്നതും. നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ട് ഇതൊരു തൊഴിലിടമായിട്ട് സിനിമ ഒരു വ്യവസായമായി സിനിമാ വ്യവസായത്തെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തൊഴിലാളികളായിട്ടും അതിനെ ഒരു തൊഴിലിടമായിട്ടും കാണുമ്പോൾ ആ മേഖലയിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട് എന്നുള്ള പരാതികൾ വ്യാപകമായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ട്. ഈ 4 വർഷത്തിനിടെ സിസ്റ്റമാറ്റിക്കായി ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇതിനെ മെച്ചപ്പെടുത്തുന്നതിന് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതാണ് പ്രധാനമായിട്ടും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം, ഈ പഠനത്തിൻ്റെ ഉദ്ദേശം, പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് അതായിരുന്നു. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KJ ജേക്കബാണ്. ജേക്കബ്, എന്താ തോന്നുന്നു, ഈ 4 വർഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ട് 4 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ചൂഷണമില്ലാതെ അവർക്ക് അവരുടെ തൊഴിൽ ചെയ്തു പോകാനും കഴിയുന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ ഈ 4 വർഷത്തിനിടയിൽ സർക്കാർ എന്തെങ്കിലും ചെയ്തതായി, റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? സർക്കാരിനെ പറ്റി നമുക്ക് നിരാശപ്പെടാൻ വകുപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പറ്റിയും നമുക്ക് നിരാശപ്പെടാൻ കാരണങ്ങളുണ്ട്. പക്ഷെ ഇതുപോലെ നിരാശപ്പെടുത്തിയ മറ്റൊരു അനുഭവം വേറെയില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പൊ രാജീവ് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഇത് ആ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചതും അതിന്റെ റിപ്പോർട്ട് നൽകിയതും. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇതിനു വേണ്ട വിവരങ്ങൾ സംഘടിപ്പിച്ചത് എന്ന്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്നുള്ളത് അതിൽ ഈ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമിതിക്കുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, കാരണം അവർക്ക് റിപ്പോർട്ട് മനുഷ്യരുടെ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനങ്ങളിൽ ഒരു കാരണവശാലും റിപ്പോർട്ട് ചെയ്യില്ല, മനുഷ്യരുടെ കൃത്യമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയൂ എന്നുള്ളത് കൊണ്ട് അവർ ആളുകളെ അങ്ങോട്ട് പോയി തേടിപ്പിടിച്ച് അവർക്ക് സ്വകാര്യത ഉറപ്പ് നൽകിക്കൊണ്ട് വാങ്ങിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് അതിൽ സ്വകാര്യതയെ മാനിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു പിടിവള്ളി വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, സിനിമയുടെ ഉത്തരവാദിത്തമുള്ള ശ്രീ സജി ചെറിയാൻ ഞാനിത് 4 വർഷം വായിച്ചിട്ടില്ലായിരുന്നു. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ച പണിയാണ്, ആ പണിയാണ് അദ്ദേഹം ചെയ്യാതിരുന്നത്. അദ്ദേഹത്തിന് എന്തടിസ്ഥാനത്തിലാണ് ഇനിയും ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. സർക്കാർ നേരിട്ട് നിയമിച്ച കമ്മിറ്റിയാണ്, വേറെ ആരെങ്കിലും നിയമിച്ചതല്ല. മുഖ്യമന്ത്രി നേരിട്ട് മുൻകൈ എടുത്ത് നിയമിച്ച ഒരു സമിതിയാണ്. ആ സമിതി അവരെ സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ആത്മാർത്ഥതയോടുകൂടി അവരതിനെക്കുറിച്ച് പറ്റുന്ന പരമാവധി ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചു പോലും നോക്കിയില്ല എന്ന് പറയുന്ന ഒരു മന്ത്രി പിന്നെ രാജീവ് എന്നോട് എന്തിനാണ് ചോദ്യം ചോദിച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ആകെ കൂടി കണ്ടത് സ്ത്രീകൾ സംവിധായകന്മാരാകുന്ന അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പരിപാടിക്ക് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. 2 സിനിമകൾ കഴിഞ്ഞ വർഷം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടല്ല. ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അവർ ഉന്നം വെക്കുന്ന ഒരു കാര്യം, ഈ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളൊരു സിനിമയുടെ സെറ്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥ കുറിച്ച് ആലോചന തുടങ്ങി അതിന്റെ മുഴുവൻ രംഗങ്ങളും ആണുങ്ങൾ മാത്രമുള്ള ഒരു ഏരിയയാണ്. അവിടെ സ്ത്രീകൾ വരുന്നത് അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ്. ചില റെയർ എക്സെപ്ഷൻസ് ഒഴികെ
അഭിനയം എന്നുള്ളത് ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും സ്ത്രീകളില്ല. അപ്പൊ എങ്ങനെ ഈ സെറ്റുകളിലേക്ക്, സിനിമയുടെ ചർച്ചകളിലേക്ക് എങ്ങനെ സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയുടെ ഫലം എന്ന നിലയ്ക്ക് വളരെയധികം നിർദ്ദേശങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് സിനിമാ നിർമ്മാതാക്കൾക്ക് സിംഗിൾ വിൻഡോയിൽ കൂടി പണം വായ്പ കൊടുക്കുന്നത് ഉൾപ്പെടെ പെൺകുട്ടികളുടെ സിനിമ പഠിക്കാൻ, സിനിമയുടെ സാങ്കേതിക രംഗത്ത്, സാങ്കേതിക സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ഡയറക്ഷൻ, എഡിറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളിൽ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവരട്ടെ എന്നിങ്ങനെ ഇപ്പോൾ കാണുന്ന സിനിമയിലെ ആണുങ്ങളുടെ മൊണോപ്പൊളി ഇല്ലാതാക്കാൻ പര്യാപ്തമായ വളരെയധികം പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഇപ്പം ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കഥ സ്ത്രീകളെ സെന്റേഡ് ആയിരിക്കണം എന്ന്, കഥ ആയിരിക്കണം എന്നൊന്നും അങ്ങനത്തെ ചില നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ രംഗത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇൻസെന്റീവ്സ് കൊടുക്കാനുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അതൊന്ന് വായിച്ചു പോലും നോക്കാറുള്ള മര്യാദ കാണിക്കാത്ത ഒരു സർക്കാർ പിന്നെ എന്ത് പ്രവർത്തിച്ചിരുന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ഞാൻ കാണുന്നു. സർക്കാരിന് അതിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അതിന്റെ ബന്ധപ്പെട്ട മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു വലിയ ഒരു പുഴുക്കുത്ത് വൃത്തിയാക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതിരുന്ന ഒരു മന്ത്രിയും മന്ത്രിസഭ സർക്കാരുമാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഇതിന്റെ അകത്ത് എന്തെങ്കിലും നടന്നായിരുന്നോ എന്ന് രാജീവിന് ചോദ്യത്തിന് ഉത്തരം, ഈ റിപ്പോർട്ട് പോലും വായിക്കാത്ത ഒരു മന്ത്രി ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് മറ്റു കാര്യങ്ങൾ പ്രതീക്ഷിക്കാനുള്ളത്. ഇതിന്റെ ചർച്ചകൾ എനിക്ക് രാജീവിന്റെ ചോദ്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ചർച്ചകൾ മുഴുവൻ ഇതിനകത്ത് എങ്ങനെ കേസ് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. അതല്ല ഇതിന്റെ അകത്ത്, അത് ഒരു ഭാഗമാണ്. പക്ഷെ എങ്ങനെ ഈ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് അന്തസ്സോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും, എങ്ങനെ ഈ ആണുങ്ങളുടെ മാത്രം അവർ മെഴുകുന്ന ഒരു ഏരിയയിലേക്ക് എങ്ങനെ സ്ത്രീകളെ ഒരു സർക്കാരിന് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള അക്കമിട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ ഇനിയെങ്കിലും ഇത് പരിഗണിക്കണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. നമുക്ക് ഇതിനെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. പെൺകുട്ടികൾ അത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ആലോചന മുതൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാ മേഖലകളിലും പുരുഷന്മാരുടെ ആധിപത്യമാണ്. അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകൾ പ്രധാനമായിട്ടുള്ളത്. വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് സംവിധാന രംഗത്തോ അല്ലെങ്കിൽ എഡിറ്റിംഗ് രംഗത്തോ ഒക്കെ ഉള്ളത്, സ്ത്രീ സാന്നിധ്യം ഉള്ളത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ആ സിസ്റ്റത്തിലെങ്കിലും ആ സിസ്റ്റം മാറ്റുക എന്ന് പറയുന്നത് കുറേ സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ ഇവിടെ പോലും അങ്ങനെ എത്തുന്ന സ്ത്രീകൾക്ക് പോലും വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള ഒരു മിനിമം ഉത്തരവാദിത്തമുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നപ്പോൾ നമുക്കറിയാം, ഈ കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത് ഒരു വലിയ അതിക്രമം ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് നേരിടേണ്ടി വന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ കമ്മിറ്റി വയ്ക്കുന്നത്. ആ സന്ദർഭത്തിലെങ്കിലും ഈ എന്താ പറയുക, ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ വേണം, ഇത് ഉറപ്പാക്കാൻ എന്ത് ചെയ്യണം. ഇപ്പോൾ ഇൻ്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ചില സിനിമകളുടെ ഭാഗമായിട്ടെങ്കിലും ഉണ്ട്. എല്ലാ സിനിമാ സെറ്റുകളിലും അത് ഉണ്ടാകണം എന്ന് ഉറപ്പാക്കാൻ അത് എങ്ങനെയാണ്, എവിടെയാണ് ഇൻ്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ട് ഇല്ല എന്നുള്ളത് അറിയിക്കേണ്ടത്. ഇങ്ങനെ മിനിമം കാര്യങ്ങളെങ്കിലും ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അതുപോലും ചെയ്യാതെ നോക്കിയിരിക്കുക. അതും ഈ സ്വകാര്യതയുടെ കാര്യങ്ങളുണ്ട്, അത് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള ഒറ്റ ബലത്തിൽ അത് അങ്ങനെ ഇരിക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് തോന്നുന്നു. രാജ്യത്തിലെ ഏറ്റവും ഖേദകരമായ കാര്യം, ഇതിൽ വളരെ സമഗ്രമായ മാറ്റം ഈ മേഖലയെ നിയന്ത്രിക്കാനുള്ള നിയമ നടപടികൾ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ജസ്റ്റിസ് ഹേമ ഒരു കരട് നിയമം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് വിശദമായിട്ട് അതിന്റെ സെക്ഷനുകൾ അടക്കം ഏതൊക്കെ ഏരിയകളിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ജഡ്ജി എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല, അവരൊരു ഈ രംഗവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരാളല്ല. അപ്പം നമുക്കറിയാം, ജനാധിപത്യത്തിൽ ഏതൊരു കാര്യത്തെയും നമ്മൾ ജനാധിപത്യപരമായി നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ കൂടിയാണ്. അപ്പൊ അതിൽ ജസ്റ്റിസ് ഹേമ അതിൻ്റെ അകത്ത് അവരൊരു നിയമത്തിന്റെ കരട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കരട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു നിയമപ്രവർത്തക എന്ന നിലയ്ക്ക്, ഒരു നിയമജ്ഞ എന്ന നിലയ്ക്ക് അതിൽ നടി ശാരദ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു IAS ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പൊ നടി ശാരദയുടെ അടുത്ത് ഉറപ്പായിട്ടും അവരെ ഇൻപുട്സ് എടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ
ഒരു ഫ്രെയിം വർക്ക് അവിടെ ആ റിപ്പോർട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ സെറ്റിലെ കാര്യങ്ങൾ അപ്പൊ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ സെറ്റുകൾ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ തൊഴിലിടങ്ങളാണ്. നമുക്ക് ഈ 21ാം നൂറ്റാണ്ടിൽ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മര്യാദകേടുകളും ഫ്യൂഡലിസ്റ്റ് നാടുവാഴിത്ത പുങ്കുകളും ഒക്കെ നടമാടുന്ന ഒരു ഏരിയയാണ് ഈ സിനിമാ സെറ്റുകൾ എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ചർച്ച കേരളത്തിൽ മാത്രം മുമ്പോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ്. അപ്പം ഇതിൽ വലിയധികം ഈ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണം മാത്രമല്ല, ഇതിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു തൊഴിലിടമാണ് ഇത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. അതെങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിർദ്ദേശവും അതിൻ്റെ അകത്തുണ്ട്. അതുപോലും മന്ത്രിമാര് കണ്ടിട്ടില്ല, മന്ത്രിസഭ കണ്ടിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ അങ്ങേയറ്റം ഖേദകരമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഇത്തരം ഒരു കൃത്യമായിട്ടുള്ള ഒരു നിയമത്തിന്റെ കരട് കൊടുക്കണമെങ്കിൽ അവർ എത്രത്തോളം ഉത്തരവാദിത്തോടു കൂടിയാണ്, എത്രത്തോളം ഗൗരവമായിട്ടാണ് അവരെ ഏൽപ്പിച്ച പണി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിർവഹിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിടാം. അവർ എത്രത്തോളം എഫർട്ട് എടുത്ത് അതിലൊക്കെ പറയുന്നുണ്ട്. അവർ ആദ്യം പിന്നെ ഇതിൽ ഒരു സ്ത്രീയും പരാതി കൊടുക്കാൻ വേണ്ടി വന്നില്ല, പത്രത്തിൽ പരസ്യം കൊടുത്തു, അതിന് റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ ആൾക്കാർ അവർ അങ്ങോട്ട് പോയി കണ്ട് മാത്രമല്ല ഈ സ്ത്രീകൾക്ക് പറ്റുന്ന സമയം വൈകുന്നേരം 6 മണി തുടങ്ങി 10 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് ഇവർ പല സ്ത്രീകളെയും കേട്ടത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അത്രയും എഫർട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിൽ ഈ രംഗത്തെ മെച്ചപ്പെട്ടതാക്കാനുള്ള, ജനാധിപത്യവൽക്കരിക്കാനുള്ള ഒരു റിപ്പോർട്ട് കയ്യിലിരുന്നിട്ട് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇനിയെങ്കിലും ആ നിയമം അവരുടെ ഡ്രാഫ്റ്റ് എടുത്ത് അതിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തിട്ട് ഒരു നിയമം ഉണ്ടാക്കി നിയമസഭയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നിയമസഭാ സാമാജികർക്ക് ഉറപ്പായിട്ടും കാര്യങ്ങൾ പറയാനുണ്ടാവും. അവരിൽ തന്നെ സിനിമാ നടന്മാർ പലരും, സിനിമയുമായി ബന്ധപ്പെട്ട പലരും നിയമസഭയിലുണ്ട്. അപ്പൊ അവർക്ക് ഇതിനകത്ത് അങ്ങനെ മെച്ചപ്പെട്ട ഒരു നിയമം നമുക്ക് ഉണ്ടാക്കുകയും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി വരുന്നതും ഒരു സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോഷ് ആക്ട് വരുന്നത്. അങ്ങനെയാണ് ഈ ICC വരുന്നത്. അപ്പൊ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി നിയമപരമായ ഒരു ബാധ്യതയാക്കാൻ സിനിമയിൽ പ്രത്യേകിച്ച്, കാരണം ഇതിനൊക്കെ കുറച്ച് ലൂസായിട്ടുള്ള നിയമവ്യാഖ്യാനങ്ങളുണ്ടാവും. അതൊക്കെ ടൈറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു സിനിമ ഒരു തൊഴിലിടമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ ഒന്നാമത് ഇത്തരം കാര്യങ്ങളിൽ ഈ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട കേസുകൾ നീണ്ടുപോവുകയും ഇരകളായിട്ടുള്ള മനുഷ്യർ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരിന് ബാധ്യത ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ സർക്കാരും ബന്ധപ്പെട്ട മന്ത്രിമാർ ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിറകെ വരേണ്ട കാര്യം. റൈറ്റ്. നമ്മൾ ഇതിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിലൊരു ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പരാതിപ്പെടുന്ന അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വിലക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ വളരെ വ്യാപകമായിട്ട് അതിൽ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പലരുടെയും വിലക്കുകളെക്കുറിച്ച് വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്, പലരും അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വതന്ത്രമായി അവരുടെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതല്ലേ? അതൊക്കെ ഈ നിയമപരമായ എന്തെങ്കിലും ചെയ്യാതെ സർക്കാരിന് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. ഇതിൻ്റെ അകത്ത് രാജീവിന്റെ പ്രശ്നം, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള സമൂർത്തമായ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാത്രം സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പം നേരത്തേക്ക് മദ്യപന്മാര് വിളയാടിക്കൊണ്ടിരുന്ന സിനിമകൾ ശരിയല്ല എന്ന് തോന്നൽ സമൂഹത്തിനുണ്ട്. ഇപ്പൊ ആ തോന്നൽ മാറി. ഇപ്പൊ ഇങ്ങനെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കും. സ്ത്രീകൾക്ക് മാന്യമായ പ്രതിഫലം കൊടുക്കണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. പക്ഷെ അത് മാർക്കറ്റ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അത് നിയമം വഴി നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ല. സ്ത്രീ കേന്ദ്രീകൃതമായിട്ട് സ്ത്രീകളെ അന്തസ്സോടുകൂടി കാണിക്കുന്ന സിനിമകളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സജഷൻ വെച്ചാൽ സ്ത്രീകൾ പവർ സെന്ററിൽ വരുന്ന സിനിമകൾ ഉണ്ടാവണം. ആഗ്രഹമാണ്, നടന്നാൽ നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേസമയം നിയമപരമായി നിഷ്കർഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്. അത് ഈ പറയുന്നത് പോലെ
കരാറുകൾ നിർബന്ധമാക്കുക. ഈ സ്ത്രീ നായകനും നായികയ്ക്കും ഒരേ പ്രതിഫലം കൊടുക്കണം എന്നൊന്നും സർക്കാരിന് പറയാൻ പറ്റില്ല. പക്ഷെ നായികയ്ക്ക് കൊടുക്കാനുള്ള പ്രതിഫലം കിട്ടുന്നുള്ളത് ഉറപ്പുവരുത്താൻ സർക്കാരിന് പറ്റും. ഇങ്ങനെ അതിനെ നമ്മൾ രണ്ടായിട്ട് അതിനെ കാണേണ്ടതുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ജനാധിപത്യ ബോധം ഈ സിനിമാ സെറ്റുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പം സ്ത്രീകൾ ലൈംഗിക ചൂഷണം നടത്തി ഇതിൻ്റെ അകത്ത് ഇതേ പ്രശ്നം തന്നെയുണ്ട്. അതായത് കഴിവും ആത്മാർത്ഥതയും ഉള്ള മനുഷ്യർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു സ്ഥലമായി ഈ സിനിമാ ലോകം മാറണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതേസമയം അതിന്റെ പേരിൽ ഇവർ ഈ പറയുന്ന പോലത്തെ കോംപ്രമൈസുകൾക്ക് ആളുകൾ തയ്യാറാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് സമൂഹത്തിനായിട്ടൊരു നിയമം കൊണ്ടുവരിക എന്നുള്ള നടക്കില്ല. അതേസമയം ഒരു സ്ത്രീക്ക് സെക്ഷൽ അസോൾട്ടോ ഹാരസ്മെന്റോ ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി നിയമത്തിന് പറ്റും. അതായത് ഒരേ കാര്യത്തെ രണ്ട് വിധത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീക്ക് അതിനുള്ള അവകാശം ഉണ്ടാകും. അതേസമയം അതിന് തയ്യാറല്ല എന്ന് പറയുന്ന ആൾക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം ഉണ്ടാകണം. ഇപ്പം ഞാൻ ഇന്നലെ ആലോചിക്കായിരുന്നു, കേരളത്തില് ഇവരുടെ സംഘടന ആളുകളെ പരസ്യമായിട്ട് ബഹിഷ്കരിക്കണം എന്ന് ഈ കേരളത്തിന്റെ 21ാം നൂറ്റാണ്ടിൽ പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ നമ്മൾ പുറകോട്ട് നിന്ന് ആലോചിക്കുമ്പോൾ അതിശയത്തോടു കൂടിയാണ് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത്. ഇതിനൊക്കെ നിയമപരമായി ഉരുക്കുമുഷ്ടോ ഇപ്പം ആളുകൾ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയാണ്, അൺഒഫീഷ്യലായിട്ട് തീരുമാനിക്കും ഇന്ന ആളെ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിയമത്തിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇങ്ങനെ ആളുകളെ ബഹിഷ്കരിക്കുന്നു എന്ന് സംഘടന ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചാൽ അതിനെതിരെ, കാരണം അയിത്തം ഭരണഘടന കൊണ്ട് നിരോധിച്ച ആളുകളാണ് നമ്മൾ. അപ്പം ഇമാതിരിയുള്ള ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നിയമം മൂലം നിരോധിക്കേണ്ടി വരും. കുറെ കാര്യങ്ങൾ നിയമം മൂലം നിരോധിക്കണം, കുറെ പോലും ജനാധിപത്യ ബോധം കൊണ്ട് ഇല്ലാതെയായിപ്പോ. ഇതിനെ നമ്മൾ അങ്ങനെ രണ്ട് വിധത്തിൽ ഈ സിനിമ ഈ സെക്ടറിനെ കാണണം എന്നുള്ളത്. അത് മാത്രമേ പ്രാക്ടിക്കലാകൂ. ഇപ്പം കേസെടുക്കണം എന്ന് ആൾക്കാർ പറഞ്ഞു. കേസെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, കേസെടുക്കണം എന്നുള്ളത് ഒരു ഫാക്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു രാജീവ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നമുക്കറിയാം ഒരു ഹൊറണ്ടസ് ആയിട്ടുള്ള ഒരു ക്രൈം നടന്നിട്ട് എത്ര വർഷമായി ആ കേസ് ഇതുവരെ ഒരിടത്തും എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ കേസുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട രേഖകൾ കോടതിയിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് എന്നുള്ള അതിഭീകരമായ ഒരു വസ്തുത ഇത് പുറത്തു വരികയാണ്. അപ്പൊ നമ്മൾ ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ കുത്തിയിരുന്ന് ആലോചിക്കാനുള്ള കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട്. നമ്മുടെ മുമ്പിൽ നടക്കുന്ന, അപ്പൊ അവര് തുടക്കത്തിൽ പറഞ്ഞതുപോലെ താരങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ഏരിയ എത്രത്തോളം പുഴുക്കുത്തുകൾ നിറഞ്ഞതാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സമൂഹം, നമ്മുടെ മന്ത്രിസഭ, മന്ത്രിമാരൊക്കെ കുത്തിയിരുന്ന് ആലോചിക്കാനുള്ള, അതിൽ ഗുണപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കുന്ന ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എപ്പോഴും തുടങ്ങേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്രൂഡ് റിമൈൻഡറാണ് എനിക്ക് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം കിട്ടുന്നത്. ഇതിനകത്ത് നിയമപരമായ നടപടികൾ ആവശ്യമുണ്ട്, പ്രായോഗികമായ നടപടികളും ആവശ്യമുണ്ട് എന്നുള്ളത്. റൈറ്റ്. ഈ റിപ്പോർട്ടേ ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക രൂക്ഷമായി നിലനിൽക്കുന്നു എന്ന് കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് രണ്ട് വശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, അവിടെ അത് പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചൂഷകരായിട്ടുള്ള ആളുകളുണ്ട്. അവരത് അനുസ്യൂതം തുടരുകയും അവരുടെ അധികാരവും അവരുടെ താരപ്രൗഢിയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനുമെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമതൊരു ഭാഗം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുഴുവൻ ഇമാതിരി ആളുകളാണ് എന്നുള്ളൊരു വ്യാഖ്യാനത്തിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ റിപ്പോർട്ട് പോലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളൊക്കെ എങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വായിച്ചെടുക്കാനോ പാകത്തിലേക്ക് പോലും ആയി നിൽക്കുന്നു. അത് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ആ പ്രശ്നമുണ്ട്. അങ്ങനെ വരാനുള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ റിപ്പോർട്ടിന്റെ പുറത്ത് കേസിറക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങുമ്പോൾ എനിക്ക് അവരോടുള്ള സംശയം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ രൂക്ഷമായിട്ട് എതിർത്ത ആളാണ്. ഈ റിപ്പോർട്ടിന്റെ പുറത്ത് കേസെടുക്കണം എന്ന് പറയുന്നതിനെ എതിർക്കുന്ന ആളാണ്. കാരണം അത് നിയമപരമായ അതിന് സാങ്കത്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, അത് ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതിനെ കാണുന്ന ഒരു കമ്മിറ്റി, അതിന്റെ പഠനം, കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇതൊരു പഠനമാണ് എന്നുള്ളതാണ്. ഇതൊരു കമ്മീഷൻ ആവുകയും ഇതൊരു എൻക്വയറി റിപ്പോർട്ട് ആവുകയും ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ചിത്രമാണുള്ളത്. പക്ഷെ ഇതൊരു കമ്മിറ്റിയാണ്. ഇതിന്റെ റിപ്പോർട്ട് ഒരു പഠന റിപ്പോർട്ട്, സ്റ്റഡി എന്നാണ് അവർ നിരന്തരം അതിനെക്കുറിച്ച് അവർ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അപ്പൊ അതിന് പരിമിതികളുണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് ഞാനും ആലോചിച്ചു. ഞാൻ ഇന്നലെ ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഒരു സ്കൂളിൽ
NCC-ക്കുള്ള ഒരു NCC ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു സ്കൂളിന് NCC അഫിലിയേഷൻ ഇല്ല. അപ്പോൾ NCC അഫിലിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NCC അഫിലിയേഷൻ കിട്ടുമെന്ന് മാനേജ്മെന്റിനെ പറഞ്ഞ് ഒരു കൂട്ടർ, അവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള അതൊക്കെ 41 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു NCC ക്യാമ്പ്, ഫേക്ക് ക്യാമ്പ്, NCCക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് നടത്തുകയും അതിൻ്റെ അകത്ത് 41 കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് നടന്നതിന് 14 പെൺകുട്ടികളുണ്ടായിരുന്നു. 13 പെൺകുട്ടികളും സെക്ഷൽ ഹാരസ്മെന്റിന് വിധേയമായ, ഒരു കുട്ടി സെക്ഷൽ അസോൾട്ടിനും വിധേയമായി എന്നാണ്. എന്തൊരു വിചിത്രമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ചോട്ടെ. അപ്പൊ ഇന്നലെ ഇപ്പം അവിടുത്തെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അതിനുവേണ്ടി ഒരു വനിതാ IG-യുടെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചു. എന്നിട്ട് ആ കേസ് അന്വേഷിച്ച് 15 ദിവസത്തിലുള്ള അന്വേഷണം പൂർത്തിയാക്കണം, 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ കർശന നിർദ്ദേശത്തോടു കൂടി ഇന്നലെ മുഖ്യമന്ത്രി ഒരു വനിതാ IG-യുടെ നേതൃത്വത്തിൽ ഒരു സെല്ലിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു നടപടി കേരളത്തിലും സാധ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ. കാരണം ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം, ഇതിനകത്ത് പരാതിക്കാരുണ്ടായിരുന്ന ഒരു കേസല്ലിത്. ഈ ജസ്റ്റിസ് ഹേമ, അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പരാതിയുടെ പുറത്ത് മുഖ്യമന്ത്രി ഈ കമ്മീഷനെ നിയമിച്ചപ്പോൾ നമുക്ക് പത്രങ്ങളിൽ വാർത്ത വന്നു, എല്ലാവർക്കും അറിയാം, ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി ഉണ്ടാകുന്നത്. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിയാണ് അത് ഉറപ്പ് കൊടുത്തത്. എന്നാൽ പിന്നെ പോയി പരാതി കൊടുത്തു കളയാം എന്ന് നമ്മുടെ നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട ചൂഷിതരായ സ്ത്രീകൾ തീരുമാനിച്ചില്ല. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് പോലും ആരും വന്നിട്ടില്ല എന്നാണ് ജസ്റ്റിസ് ഹേമ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവർ ചെയ്തത് ഈ സ്ത്രീകളെ അങ്ങോട്ട് ബന്ധപ്പെട്ടു. പലതരം സംഘടനകൾ പലയിടത്തു നിന്നായിട്ട് ഇവരുടെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ വിവരങ്ങളും ടെലിഫോൺ നമ്പറുകളും കോണ്ടാക്റ്റുകളും സംഘടിപ്പിച്ച് ഇവർ അങ്ങോട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉറപ്പ് കൊടുത്ത് അവരെ കമ്മിറ്റിക്ക് മുമ്പ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ അവർ പറയുന്ന സമയത്തും സ്ഥലത്തുമായി പോയിരുന്ന് പിന്നെ ഈ സ്ത്രീകളുടെ വർത്തമാനം കേൾക്കുകയാണ് ചെയ്തത്. അത്തരം ഒരു അപ്രോച്ച് സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെയും അഭ്യർത്ഥന. അതായത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചുള്ള ധാരണയുള്ള സ്ത്രീകൾ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുക, എന്താണ് സർക്കാരിന്റെ ഉദ്ദേശം. ഇപ്പം ഞാൻ ജസ്റ്റിസ് ഹേമയോട് കമ്മിറ്റിയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സർക്കാരിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മന്ത്രിസഭയുടെ ഒരു സമൂഹത്തിന്റെ ഉദ്ദേശം, മുഖ്യമന്ത്രി അത് കമ്മീഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് ഞങ്ങളോട് പറയൂ എന്നുള്ള സമൂഹത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രശ്നം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഈ സ്ത്രീകളെ ഉപദ്രവിച്ച ആളുകളെ എങ്ങനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം എന്നുള്ള സമൂഹത്തിന്റെ ഇതിനെക്കുറിച്ച് ധാരണയുള്ള, അതിൻ്റെ അകത്ത് പോയി ഹുങ്ക് കാണിക്കാനോ അധികാരം കാണിക്കാനോ ഉള്ളതല്ല, ഇതിനെക്കുറിച്ചുള്ള സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ആവശ്യം മനസ്സിലാക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥ, ഒരു ലേഡി IPS ഓഫീസറെ, കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിട്ട് അവർ അങ്ങോട്ട് പോയി ആളുകളെ സമീപിച്ച് സർക്കാരിന്റെ സംരക്ഷണവും പിന്തുണയും ഉറപ്പ് കൊടുത്താൽ ഈ സ്ത്രീകൾ ചിലർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് അവൈലബിൾ ആണ്. കാരണം ചില പ്രത്യേക സെക്ഷനുകളിൽപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിയമമുള്ളത് കൊണ്ട് അത്തരം കേസുകളിലെങ്കിലും അവർക്ക് നിയമത്തിന്റെ പരിരക്ഷയുണ്ട്, സ്വകാര്യതയ്ക്ക് സംരക്ഷണം കിട്ടും. അപ്പം പരാതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ സംഭവിക്കുക, ഇത് രാജീവ് പറഞ്ഞ പോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും വഷളന്മാരാണ് എന്നുള്ളൊരു ഒരു പ്രതീതി മാത്രം ബാക്കി വെക്കുക എന്നുള്ളതാണ്. അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഇത് ആളുകളെ താറടിക്കുക അതല്ലെങ്കിൽ ഒരു മേഖലയെ, ഒരു വ്യവസായ മേഖലയെ, ഒരു കലാരംഗത്തിന്റെ ഒരു ഭാഗത്തെ മുഴുവൻ താറടിക്കുക എന്നുള്ളത് നമ്മുടെ ആരുടെ ഉദ്ദേശമല്ല. ഇത് ജനാധിപത്യപരമായി മനുഷ്യന്റെ അന്തസ്സ് നിലനിർത്തുന്ന വിധത്തിൽ ഈ രംഗം പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രം പുഴുക്കുത്തായിട്ട് ഇങ്ങനൊരു സംഭവം നിലനിൽക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള സമൂഹത്തിന്റെ ബോധ്യത്തിന്റെ പുറത്താണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടും അതിനനുസരിച്ച് നടപടികളും ഉണ്ടാകേണ്ടത്. അപ്പൊ അതുകൊണ്ട് സർക്കാർ പ്രായോഗികമായി ചെയ്യണമെന്ന്, ഇതിപ്പോ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു പൗരൻ എന്ന നിലയ്ക്ക് മാത്രം ഉള്ള എന്റെ സജഷനാണ്. ഇതിന്റെ അകത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാനിങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ഉദാഹരണം കണ്ടതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഹേമ കമ്മിറ്റിയുടെ ഉദാഹരണവും നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് അവർ പെയിൻസ്റ്റേക്കിംഗ്ലി അതിനുള്ള ഒരു എക്സ്ട്രാ എഫർട്ട് എടുത്ത് ഈ ഒരു റിപ്പോർട്ട് സോളിഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ എഫർട്ട് എടുത്തതോ അതുപോലെ ഉള്ള ഒരു എഫർട്ട് എടുക്കുകയാണ് എങ്കിൽ കോടതിക്ക് മുമ്പിൽ വരാൻ പറ്റുന്ന, പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില കുറ്റകൃത്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമുക്കിപ്പം ഒരു നടിയുടെ ഒരു ഭീകരാവസ്ഥ ആ കേസ് ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി. എത്ര പേര് പരാതി കൊടുക്കാൻ മുൻപോട്ട് വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഉറപ്പൊന്നുമില്ല. പക്ഷേ സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് എങ്കിൽ അത് നിയമപരമായ
പിൻബലവും ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ആളുകൾ മുമ്പോട്ട് വന്നെന്നിരിക്കാം. ഒരു ഈ തോന്നിയാസങ്ങൾ കാണിച്ചാൽ നിയമത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭീരുക്കളായി മാറി ഈ സ്ത്രീകളെ വേട്ടയാടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ ഭീരുക്കളായേ പറ്റൂ. അവർക്ക് സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത മനുഷ്യരാണ് അവർക്ക്. ഇപ്പം ഇപ്പോൾ ഉള്ള മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഒട്ടും ജനാധിപത്യപരമല്ല എന്ന് നമുക്കറിയാം. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി 15 അംഗ മാഫിയ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാങ്ങാണ് ഇന്ന് പവർ കമ്മിറ്റി, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ അവരാണ് എന്നും ഹേമ കമ്മിറ്റി പറയുന്നു. നമുക്ക് ഏതാണ്ട് ഈ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ് ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഒട്ടും ജനാധിപത്യപരമല്ലാതെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിനെ കുറെ കൂടെ ഡെമോക്രാറ്റൈസ് ചെയ്യാനും അവിടെ തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ ചൂഷണം ചെയ്യുക എന്നുള്ളത് തടയാനുമൊക്കെ ഈ പറഞ്ഞ വിധത്തിലുള്ള എന്തെങ്കിലും നിയമപരമായ നടപടികളിലേക്ക്, ഇപ്പോൾ ഈ പറയുന്ന അലിഗേഷൻസ്, ഇപ്പോൾ സർക്കാർ പറയുന്നതിൽ സാക്ഷിയുടെ പേരില്ല, അല്ലെങ്കിൽ മൊഴി കൊടുത്ത ആളുടെ പേരില്ല, ആരോപണ വിധേയനായ ആളുടെ പേരില്ല, അതുകൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് പോകാൻ കഴിയില്ല, അത് പരസ്യപ്പെടുത്തരുത് എന്ന് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിനെ ആധാരമാക്കി ഇപ്പോൾ പറഞ്ഞതുപോലെ സർക്കാർ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചില നടപടികളിലേക്ക് കടക്കുക എന്നത് ഇതിനെ കുറെ കൂടെ ഡെമോക്രാറ്റൈസ് ചെയ്യാനും ഇത് ഇത്തരം നിയമപരമായ നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു എന്താ പറയുക, ഒരു മുന്നറിവ് അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ അവിടെ ഉണ്ട് എന്ന തോന്നലുണ്ടാക്കാനും ഒക്കെ ഇത്തരം ഒരു നടപടി അനിവാര്യമല്ല. അതല്ലേ സർക്കാർ ആദ്യം ആലോചിക്കേണ്ടത്? അതാണ് ഇതിന്റെ അകത്ത് നടക്കുന്ന തോന്നിയാസങ്ങളെ കുറിച്ച് ഇപ്പൊ സർക്കാരിന്റെ മുമ്പിൽ, സർക്കാർ 4.5 വർഷം മുമ്പ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ഇതിന് സ്വകാര്യത ഭഞ്ജിക്കുന്ന കാര്യങ്ങൾ ഒഴികെ ഇത് സമൂഹത്തിന് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുകയും ഇതിന് നടപടികളായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന നിയമത്തിന്റെ കരടെടുത്ത് സമൂഹത്തിന് മുമ്പിൽ വെക്കുക, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി എത്രയും പെട്ടെന്ന് ഒരു നിയമം ഉണ്ടാക്കുക. എനിക്കതിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയ ഒരു കാര്യം ഈ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കരാറുകൾ നിർബന്ധിതമായും എഴുതി വെച്ച കരാറുകളായി, ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കരാറുകളാണ്. അപ്പൊ തന്നെ സ്ത്രീകൾക്ക് പകുതി അവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് പണം കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് ആശ്വാസമാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം നിയമപരമായ കരട് വിശദമായിട്ട് ഈ രംഗത്തെ ഡെമോക്രറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ആ നിയമത്തിന്റെ കരടിലുണ്ട്. എത്രയും പെട്ടെന്ന് സർക്കാർ അത് നിയമമാക്കുക എന്നുള്ളതാണ്. ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ട് അതിൽ ചില ഭാഗങ്ങൾ എടുത്തു കളയണം, കൂട്ടിച്ചേർക്കണം, വ്യത്യാസപ്പെടുത്തണം, സമഗ്രമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ആ നിയമം ഉണ്ടാക്കി കഴിയുമ്പം അതിനിപ്പം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നിലവിലുള്ളത് പോലെ അതിനു വേണ്ടിയിട്ട് ഒരു റെഗുലേറ്ററി അതോറിറ്റി തന്നെ ഉണ്ടായാലും തെറ്റൊന്നുമില്ല. ഇപ്പം റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ട്, ബാങ്കിങ് രംഗത്തുണ്ട്, പല രംഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി അതോറിറ്റികളുണ്ട്. എന്നിട്ട് റെഗുലേറ്ററി അതോറിറ്റി സൂക്ഷിച്ചു വേണം, കലാരംഗമാണ്, അതിനകത്ത് അതോറിറ്റി സർക്കാരിനെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തോന്നിയാൽ നമ്മൾ പിന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ നിയമപരമായ ഒരു നിയന്ത്രണം ഇതിന്റെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജീവ് പറഞ്ഞതുപോലെ ഇതിനകത്ത് നേരിട്ട്, കാരണം ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇന്ന നടൻ ആക്രമിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കാണും. പക്ഷെ അത് ആരുടെ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മനഃപൂർവ്വം അവർ ഒഴിവാക്കി എന്നുള്ള ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് നിയമ നടപടിയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ തോന്നൽ. തിരിച്ചു പറയുന്ന ആളുകളുമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അതായത് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി, അതായത് സർക്കാർ അങ്ങോട്ട് പോയി ഈ പരാതിക്കാരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, അവർ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്, അവർ വരാതിരിക്കാൻ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പൊ കാരണങ്ങളെ ഇല്ലാതാക്കുക, പരമാവധി സ്വകാര്യത ഉറപ്പുകൊടുക്കുക, നടപടി ഉറപ്പുകൊടുക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞ് സർക്കാർ അങ്ങോട്ട് പോകണം. അപ്പോൾ ഒന്ന് നിയമം പാസ്സാക്കുക, 2 ഇതുപോലത്തെ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി നിയമ നടപടികളിലേക്ക്, അതായത് ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക്, ക്രിമിനൽ പ്രോസിക്യൂഷനിലേക്ക് പോകും. ഇതൊക്കെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ഇനിയെങ്കിലും അത് ചെയ്യുക എന്നുള്ളത് ഇത് വളരെ കാഷ്വൽ ആയിട്ട് കാണേണ്ട, അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് മുഴുവൻ മാറ്റിവെച്ചു എന്ന് പറയുന്ന ഉദാസീനതയോടുകൂടി കാണുന്ന ഒരു ഭരണാധികാരി അല്ല നമുക്കിവിടെ ആവശ്യം. ഇത് നമ്മുടെ കേരള സമൂഹം നമ്മൾ കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ എല്ലാ ജനാധിപത്യപരമായ മൂല്യങ്ങളെയും അങ്ങേയറ്റം നിരാകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ, നമ്മുടെ സമൂഹത്തിന് നടുക്ക് ഇതിങ്ങനെ ഒരു പുഴുക്കുത്ത് പോലെ നിൽക്കുന്നത് നമ്മൾ അംഗീകരിക്കില്ല. ഈ ഫ്യൂഡൽ റെമിനന്റ് നമ്മൾ ഇന്ന് വരെ തകർക്കാതിരുന്ന ഈ നാടുവാഴി മനോഭാവം നമ്മുടെ മുമ്പിൽ നടുക്ക് നിൽക്കുന്നു. അവിടെ സ്ത്രീകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ തമ്പുരാക്കന്മാർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണം എന്നുള്ള അവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല. അത് മാറ്റണം എന്നുള്ള ദൃഢനിശ്ചയം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ സർക്കാരിന് അത് തോന്നത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ നാട്ടിൽ നടക്കണം. ഇതിന്റെ അകത്ത് ഈ ആളുകളുടെ പുറകെ ആരെങ്കിലും ക്രൂശിക്കുക എന്നുള്ളതല്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് വേണം സർക്കാർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര കാലം കൂടെ ഒരു അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചത്, ഇപ്പം ഈ ഇത്രയും കാലമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാനിത് വായിച്ചില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുമ്പിലേക്ക് പൂർണ്ണ റിപ്പോർട്ട് വന്നില്ല, റിപ്പോർട്ടിൻ്റെ എന്താണോ എത്തേണ്ടത് അത് മാത്രം ഉദ്യോഗസ്ഥർ എത്തിച്ചു തന്നു, അത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. നടപടിയെടുക്കാൻ വൈകിയത് പല കാരണങ്ങളാലാണ്, കോവിഡ് വന്നു, അത് അങ്ങനെ പല കാരണങ്ങൾ പറയുന്നു, ഇങ്ങനെ പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് സിനിമയിൽ മാത്രമുള്ളൊരു പവർ ഗ്രൂപ്പ് അല്ലല്ലോ. ആ പവർ ഗ്രൂപ്പിന് സിനിമയ്ക്ക് പുറത്തും സ്വാധീനങ്ങളുണ്ട്, അധികാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധമുണ്ട്, പല നിലയ്ക്കുള്ള അടുപ്പങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണവും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകളോടുള്ള വിധേയത്വമോ അല്ലെങ്കിൽ അടുപ്പമോ അല്ലെങ്കിൽ ഭയമോ ഇത് സർക്കാരിനെയും തുടർ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടോ? അതൊരു കാരണമാണോ ഇതിന്? അതാകാം. അതല്ലെങ്കിൽ ഇത്രയും വിലക്ഷണമായിട്ട് ഇത്രയും അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വർത്തമാനം പറയാൻ മന്ത്രിക്ക് ധൈര്യമല്ല. പക്ഷെ നമുക്ക് മുഖ്യമന്ത്രിയോട് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. കാരണം അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടാണ്. WCC അംഗങ്ങളിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് അതിന് ഈ റിപ്പോർട്ട് ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ മുൻകൈയിലാണെന്ന് നമ്മൾ വിചാരിക്കണം. അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടാണ് ഈ കേസും അതുപോലെ തന്നെ മറ്റേ നടിയുടെ കേസും മുമ്പോട്ട് പോയി അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ പരിപൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹം ഇത് മനസ്സിലാക്കുമെന്നുള്ളതാണ് എന്റെ ധാരണ. ഇതിൽ ആവശ്യമുണ്ട്. കാരണം ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ കേരളമാണ്. ഈ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ കൂടി വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഉണ്ടാക്കിയ ഒരു കേരളത്തിൽ ഇതാണ് നമ്മൾ ഈ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത്. അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ സ്വാധീനത്തിന്റെ അപ്പുറത്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അതുള്ളത് കൊണ്ടാണ് ഈ കമ്മിറ്റി ഉണ്ടായത്. അതുള്ളത് കൊണ്ടാണ് നേരത്തെ ആ കേസ് അന്വേഷിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് എല്ലാ ദിവസവും പോകാൻ വേണ്ടി പറ്റിയെന്നിരിക്കില്ല. പക്ഷെ ഈ പ്രശ്നത്തിന്റെ അന്ന് അദ്ദേഹത്തിന് നമുക്ക് പോലും ഇത് ഇത്രയും വൈഡ് സ്പ്രെഡ് ആണ്, സോളിഡ് ആണ് ഈ പ്രശ്നങ്ങൾ. നമ്മൾ അവിടെ കേട്ടിരിക്കുന്ന ഗോസിപ്പുകൾക്ക് അപ്പുറത്തേക്ക് വളരെ സോളിഡ് ആണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പോലും ധാരണ ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എനിക്ക് അദ്ദേഹത്തിന് അറിയണമെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇതുണ്ട്. വളരെ സോളിഡായിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയും ഒരു IAS ഉദ്യോഗസ്ഥയും നമ്മളൊക്കെ ആദരിക്കുന്ന ഒരു സിനിമാ താരവും നടിയും ഒരുമിച്ചിരുന്ന് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിൽ ഇനി സംശയത്തിന്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ഇതിന് മുൻകൈയെടുത്ത് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. റിപ്പോർട്ട് വായിക്കാൻ സമയമില്ലാതെ പോയ മന്ത്രിയെ അദ്ദേഹത്തെ ഈ കൂടുതൽ ഉപദ്രവിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് ഈ ചുമതല എടുത്തു മാറ്റി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന്റെ അകത്ത് നിയമപരമായ നടപടി, നിയമം ഉണ്ടാക്കുക എന്നുള്ള നടപടി വേണം. അതിനുശേഷം ഇവർ നേരിട്ട ക്രിമിനൽ അസോൾട്ടിനെതിരെ നിയമപരമായ നടപടിയും വേണം. അതിന് മുഖ്യമന്ത്രി തന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഇതിന്റെ അകത്ത് ഈ സിനിമാ രംഗത്തിലുള്ള ആൾക്കാർ അവർ വളരെ പവർഫുള്ളാണ്, അതിനൊക്കെ തർക്കമൊന്നുമില്ല. പക്ഷെ അവരുടെ ക്രിമിനൽ പവറിന് മുകളിലാണ് നമ്മുടെ ജനാധിപത്യ ശക്തി, ജനാധിപത്യ ബോധം എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്, ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. റൈറ്റ്. അതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 4 വർഷം കഴിഞ്ഞതിന് ശേഷം അത് പുറത്തേക്ക് വന്നപ്പോഴും അതിൻ്റെ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തേക്ക് വന്നതിന് ശേഷവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ ആ കമ്മിറ്റി അത് റിപ്പോർട്ട് തയ്യാറാക്കാൻ കാണിച്ച ശുഷ്കാന്തിയോ അതിൻ്റെ ആത്മാർത്ഥതയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.